പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. സ്നേഹമുള്ളവരെ, മർക്കോസ് സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായം യുഗാന്ത പ്രഭാഷണം എന്നാണ് അറിയപ്പെടുന്നത്. ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ആ യുഗാന്തത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് മനുഷ്യപുത്രൻ്റെ മടങ്ങി വരവ്. അതെപ്പോഴാണ് സംഭവിക്കുക എന്നറിയില്ല. ലോകാവസാനം അവസാനം ഉണ്ടാകും, ഈ ലോകം കടന്നു പോകും, ഒരു വിധിയുണ്ടാകും. അവസാനം വിധിയുടെ അവസരത്തിൽ നിത്യ ശിക്ഷയോ നിത്യ ജീവിതമോ ആയിരിക്കാം, നരകമോ സ്വർഗമോ ആയിരിക്കാം ഭരിക്കുന്നത്. അതിനു മുമ്പ് മനുഷ്യപുത്രൻ മടങ്ങി വരും. അതെപ്പോൾ സംഭവിക്കുന്ന അറിയില്ല. ലോകാവസാനത്തെക്കുറിച്ച് നമ്മൾ വ്യഗ്രതപ്പെട്ടിട്ട് കാര്യമില്ല. തമ്പുരാൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്, അതിന് കണക്ക് കൂട്ടിയിട്ടും കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എൻ്റെ ലോകം അവസാനിക്കും. അത് മരണമാണ്. അതെപ്പോഴാണെന്ന് എനിക്കറിയാൻ പാടില്ല. അത് ഇപ്പോഴാകും, നാളെയാകും. അപ്പോൾ എപ്പോഴാണെങ്കിലും എൻ്റെ മരണസമയത്ത് ഞാനൊരു കണക്ക് കൊടുക്കേണ്ടത്, നിനക്ക് തന്ന ദാനങ്ങളോട് നീ എന്ത് ചെയ്തു. അപ്പോൾ മനുഷ്യപുത്രൻ മഹത്തോട് വരുമ്പോൾ ആ മനുഷ്യപുത്രൻ മുമ്പിൽ ഞാൻ കണക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ലോകാവസാനം തമ്പുരാൻ്റെ കരങ്ങളിൽ വിട്ടേക്ക്, അതിനെക്കുറിച്ച് കണക്ക് കൂട്ടി അതിനെ വ്യഗ്രതപ്പെട്ടിട്ട് കാര്യമില്ല. ലോകം അവസാനിക്കും. പക്ഷേ അതിനേക്കാൾ എൻ്റെ ലോകം അവസാനിക്കും. അതെന്താണെന്ന് അറിയാൻ പാടത്തുണ്ട്. എന്ന് ഞാൻ ഒരുങ്ങിയിരിക്കണം. എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കേണ്ടത്? യേശു പറഞ്ഞതുപോലെ ചെയ്യുക. ഞാൻ നിന്നെ സ്നേഹിച്ചപ്പോൾ നിന്ന് പരസ്പരം സ്നേഹിക്കുക, ആരോടും വെറുപ്പും വിദ്വേഷവും വെച്ചു കൊടുക്കാതിരിക്കുക, മറ്റുള്ളവരുടെ സ്വന്തമാക്കി സ്വീകരിക്കാതിരിക്കുക, കഴിയുന്നിടത്തോളം പങ്കുവയ്ക്കാൻ തയ്യാറാകുക, ദൈവത്തിൽ വിശ്വസിക്കുക, സഹോദരനെ സ്നേഹിക്കുക. അങ്ങനെ ദൈവസ്നേഹവും പരസ്നേഹവും പങ്കുവയ്ക്കുന്ന സ്നേഹവും ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് വിശന്നു, എനിക്ക് ആഹാരം തന്നു, അതായിരിക്കുമല്ലോ അന്ത്യവിധിയുടെ മാനദണ്ഡം. അപ്പോൾ ഉള്ള കഴിവും സമയവും സമ്പത്തും സ്വന്തമായി ചുരുക്കൂട്ടി വയ്ക്കാതെ പങ്കുവെച്ചുകൊണ്ട് ദൈവത്തെ സഹോദരനെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ മരണത്തെ നമുക്ക് സന്തോഷത്തോടെ നേരിടാൻ സാധിക്കും. എൻ്റെ പിതാവിനെ അനുഗ്രഹീതരെ വരുവിൻ, നിങ്ങൾക്ക് സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ എന്നുള്ള ആ വാക്യം കേൾക്കാൻ തമ്പുരാൻ നമുക്ക് ഇടവരുത്തട്ടെ. അതിന് പറ്റുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ, പങ്കുവെച്ച് സ്നേഹിച്ച് ജീവിക്കാൻ തമ്പുരാൻ അങ്ങനെ അനുഗ്രഹിക്കട്ടെ. നിൻ വഴിയേ നടക്ക